ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ നമ്മുടെ എമ്പുരാന്റെ. അത് എന്തിനാണ് ഒരു പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല, ജസ്റ്റ് ഒരു പോസ്റ്റർ കൊണ്ട് ഇറക്കി വിട്ടിക്കാണ്. സത്യം പറഞ്ഞാൽ ആ സാധനം കണ്ടപ്പോൾ തോന്നിയെന്താ വെച്ചാൽ അതൊരു നമ്മുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ആയിട്ട് എമ്പുരാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. നമ്മൾ അധികം നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അത്. ഞാൻ തന്നെ അതിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു തോന്നുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ലെവലിലേക്ക് എത്താത്തൊരു പോസ്റ്ററായി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ഇപ്പോൾ ഇറക്കി വിട്ടിയ സാധനം അതാണ് ശരിക്കും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ആയിട്ട് വന്നിരുന്നെങ്കിൽ കേട്ടോ വേറെ ഓളം അന്നുണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ ഈ പോസ്റ്റർ കാണുമ്പോൾ കാരണം ഒരു രക്ഷയില്ലാത്ത ഒരു ഷോട്ട്, അതായത് സിനിമയിൽ തന്നെയുള്ള ഒരു ഷോട്ടാണെന്ന് ആ പോസ്റ്റർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു വേറെ ലെവലിൽ ലാലേട്ടൻ എബ്രാം ഖുറേഷി എബ്രായിട്ട് നമ്മൾ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ടീസറിലും കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല നമ്മൾ സിനിമയെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഈ സിനിമ ഒരു പ്രീക്വൽ ആയിരിക്കാനാണ് കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചാണ്. അതായത് എബ്രാം ഖുറേഷി എങ്ങനെയായി, അതായത് ഇപ്പോൾ നമ്മൾ ഈ ലൂസിഫറിൽ കണ്ടത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഈ കാലഘട്ടത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്നാൽ അദ്ദേഹം മുൻകാലത്ത് എങ്ങനെ അദ്ദേഹം എബ്രാം ഖുറേഷി ആയി എന്നുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതാണ് ഈ രണ്ടാം ഭാഗമായ നമ്മൾ എമ്പുരാൻ എന്ന് പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂലൊക്കെ ആയിട്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഉള്ള ഇതും കാണും. ഓഫ് കോഴ്സ് നമ്മളെ ടോവിനോന്റെ ക്യാരക്ടറും മഞ്ജു വാര്യർ ക്യാരക്ടറും എല്ലാം ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയവും ഇപ്പോഴത്തെ എബ്രാം ഖുറേഷിന് ഇപ്പോഴത്തെ സ്റ്റീഫൻ നെടുമ്പള്ളിയിലൊക്കെ നമ്മൾ എമ്പുരാനിൽ എന്തായാലും കാണാൻ പോകുന്നുണ്ട്. എന്നാൽ പോലും മേ ബി സിനിമയുടെ ഒരുപാട് പാർട്ട് അത് നമ്മുടെ എബ്രാം ഖുറേഷി എങ്ങനെയായി, അതായത് ഫാസിൽ ചോദിക്കുമ്പോൾ പറയുന്ന പിന്നീടുള്ള ഇത്ര വർഷം നീ എവിടെ, 26 വർഷം നീ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പോലെയായിരിക്കും എമ്പുരാന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല പൃഥ്വിരാജ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ 20-25% ഈ സിനിമയിൽ ഹിന്ദിയാണ് സംസാരിക്കുന്നതൊക്കെ. അതെനിക്ക് ഇതിലെ പോസ്റ്റേഴ്സ് നമ്മുടെ സായിദ് മസൂദിന്റെ ഫാമിലീൻ്റെ ഒക്കെ പോസ്റ്റേഴ്സ് റിവീൽ ആയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കായിരുന്നു, കാരണം സായിദ് മസൂദിന്റെ അമ്മ, അച്ഛൻ, സിസ്റ്റർ, ഒന്ന് ചെറുപ്പകാലം വൈകുന്ന കുട്ടി. സോ എമ്പുരാനിൽ നമ്മൾ പൃഥ്വിരാജിന്റെ കുറച്ച് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ട്, ലൂസിഫറിൽ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. സോ അദ്ദേഹത്തിന്റെ ഫാമിലിനെയൊക്കെ പറ്റി കാണിക്കുന്ന അദ്ദേഹത്തിന് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് റോള് എമ്പുരാനിൽ എന്തായാലും ഉണ്ട്. നമുക്ക് പൃഥ്വിരാജിനെ കുറച്ച് കൂടുതൽ സ്ക്രീനിൽ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഈ സയ്യിദ് മസൂദിന്റെ ഫാമിലിയുടെ ഒക്കെ പോസ്റ്റർ റിവീൽ ആകുമ്പോൾ എന്തായാലും ഒരു നല്ല സ്ക്രീൻ പ്ലേസ് അതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സയ്യിദ് മസൂദ് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്ത് അങ്ങനത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഷൂട്ട് ചെയ്തതിന്റെ പോർഷനൊക്കെ മിക്കവാറും ആ സയ്യിദ് മസൂദിന്റെ ഫാമിലിയും കാര്യങ്ങളും തമ്മിലുള്ള സ്റ്റോറി പറയാനായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഈ പോസ്റ്റർ കണ്ടപ്പം ഇപ്പം ഇറങ്ങിയ പോസ്റ്റർ കണ്ടപ്പോഴും പിന്നെ മുന്നേ ടീസറിലെ ചില സീനുകളും കാണുമ്പോൾ മനസ്സിലാവും ഹെലികോപ്റ്റർ നോക്കി മനസ്സിലാവും ഇത് നമ്മളെ ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പം നമ്മൾ കാണുന്ന, അതായത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ഷോ സിനിമയിലെ സീനിൽ എടുത്ത ഭാഗമാണ്. എന്നാൽ ടീസറിൽ നമ്മൾ കണ്ടത് നിങ്ങൾ ഹെലികോപ്റ്ററും, അതായത് ഇറാഖ് അഫ്ഗാൻ വാറൊക്കെ നടന്ന ഒരു 2003 ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ്. സോ അത് അന്നത്തെയാണ്. എന്തായാലും എബ്രാം ഖുറേഷിനെ തന്നെ നമുക്ക് പഴയ, അതായത് കുറച്ച് ഏജ് കുറഞ്ഞിട്ടുള്ള ലാലേട്ടനായിട്ടും പിന്നെ ഇപ്പോൾ ഉള്ള ലാലേട്ടൻ്റെ ലുക്കൊക്കെ കാണാൻ എമ്പുരാനിൽ പോവാണ്. നിങ്ങൾ ഈ എമ്പുരാനിലേക്ക് എനിക്ക് എമ്പുരാൻ ടീസറിൽ കണ്ട ഒരു ലാലേട്ടൻ്റെ ഒറ്റ ഷോട്ടില്ലേ, ഒരു 5 പേരെ കൂടെ ഇങ്ങനെ നടന്നു വരുന്നത്, അത് കുറച്ച് എനിക്കത് കണ്ടപ്പോഴും ഭയങ്കര യങ് ലാലേട്ടനായിട്ട് തോന്നി. ആ ഹെലികോപ്റ്ററും ആ സീനൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അതായത് ഇതിൻ്റെ സിനിമയുടെ മുന്നത്തെ കാര്യം പറയുമ്പോൾ ഉള്ളതാണ്. എന്നാൽ ഈ പോസ്റ്ററിലുള്ളത് ഇപ്പോൾ ആ ഹെലികോപ്റ്ററും ആ ലുക്കും ലാലേട്ടൻ ലുക്ക് പോലും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ള ഇതായിരിക്കും. എന്തായാലും നമ്മൾ എന്താ പറയുക, എന്താണ് ഒരു ഐഡിയ നമുക്കുണ്ട് എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടീസറിൽ കൂടെ. എന്നാൽ ശരിക്കും എന്താണ് ഇത് എന്നുള്ളത് നമ്മൾ, കാരണം എന്താണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ തന്നെ ആണെങ്കിൽ പോലും അത് തിയേറ്ററിൽ പോയിട്ട് നമ്മൾ വാവ് എന്ന് വണ്ടടിച്ചിരിക്കാനുള്ള സെറ്റപ്പിലാണ് പൃഥ്വിരാജ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി പോസ്റ്റർ റിവീലിങ്ങിലേക്ക് 10ാമത്തെ പോസ്റ്റർ റിവീലായി. അപ്പം ഞാൻ പോസ്റ്റർ റിവീലിംഗ് ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യമുണ്ട്. എബ്രാം ഖുറേഷി, സയ്യിദ് മസൂദ്, മഞ്ജു വാര്യരുടെ ക്യാരക്ടർ, ടോവിനോന്റെ ക്യാരക്ടർ, ഇതൊക്കെ എന്തായാലും 4 ക്യാരക്ടർ നമ്മൾ ഓൾറെഡി ഇവരാണ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഇനി ബാക്കിയപ്പോൾ 6 പേരേ ഉള്ളൂ. 10 പേരുടെ റിവീലായി. നമ്മൾ സർപ്രൈസിങ് ആയിട്ട് ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് ഇനിയുള്ള 6 പേരിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ കാണാൻ പോകുന്നത്. ബാക്കി 4 പേർ നമുക്ക് ഓൾറെഡി അറിയാം ആരൊക്കെയാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നിനി വൈകുന്നേരത്തെ പോസ്റ്റർ ഉണ്ട്. ഇനി കുറച്ച് 2-3 ദിവസം കൂടി, ഇനി 2-3 ദിവസം കൂടിയും കഴിഞ്ഞാൽ ഈ പോസ്റ്റർ റിവീലും കാര്യങ്ങളൊക്കെ തീരും. പിന്നെ ഇതൊന്ന് ട്രെയിലർ റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. ട്രെയിലർ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി സർപ്രൈസുകൾ ഈ ടീസറിലും ഈ പോസ്റ്റർ റിവീലിങ്ങിൽ നിന്ന് പോലും മാറ്റി വെക്കുന്ന സർപ്രൈസുകൾ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. സോ എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. ബൈ.